ഹിജ്റൻ്റെ 2-ാം വർഷത്തിലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഹിജ്റൻ്റെ 2-ാം വർഷം തന്നെയാണ് നോമ്പും നിർബന്ധമാണ്. ആ നോമ്പ് നിർബന്ധമായ അതേ റമദാനിൽ ഫിത്ർ സക്കാത്ത് പെരുന്നാളിൻ്റെ 2 ദിവസമൊക്കെ മുമ്പ് റസൂല വിവരം അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന്. അതിൻ്റെ മുന്നേ സ്വഹാബത്തിൽ ഇങ്ങനെ ഒന്നുമില്ല. ഇത് ഫിത്ർ സക്കാത്താണ്. ഹദീസിലുണ്ടല്ലോ നോമ്പുകാരൻ 2 ഫർഹത്ത്, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് 2 വണ്ണമായ 2 സന്തോഷ സമയമുണ്ട് എന്നാ. ഒന്ന് ഫർഹത്തുൻ ഇൻ ദ ഫിത്തിരി, നോമ്പ് ഫിത്റിൻ്റെ സമയം. അത് ഓരോ നോമ്പ് തുറക്കുന്ന സമയമല്ലേ? ഓരോ നോമ്പ് തുറക്കുന്ന സമയമാണ്. ഓരോ നോമ്പ് തുറക്കുന്ന സമയമായാൽ എന്താ ഈ ഓരോ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഫർഹത്ത് എന്ന് വെച്ചാൽ ഇന്നത്തെ നോമ്പ് മാഷാ അല്ലാഹ് എനിക്ക് പൂർത്തിയായി കിട്ടിയല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ മാസം മുഴുവൻ കിട്ടിയാലോ? അപ്പോൾ ലാസ്റ്റത്തെ ഫിത്തറാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഘട്ടം. ബില്ലൗല ഓരോ ദിവസത്തെ ഫിത്തർ തന്നെ പെട്ടാൽ ഒരു മാസം കിട്ടിയാൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ മക്കത്തൊക്കെ ഹജ്ജിനൊക്കെ പോയി തവാഫിലൊക്കെ ചെന്ന് ഒരു 15 ദിവസത്തിനൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ പോയാൽ 2 ദിവസമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പറയും ഇന്നും തവാഫ് പറ്റി അൽഹംദുലില്ലാ, ഇന്നും കാബത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റി. ഇത് പറ്റിയ ആൾക്ക് പക്ഷേ 4-ാമത്തെ ദിവസം വീണാലോ? ആ സമയത്ത് ആ 15 ദിവസം എത്ര കിട്ടിയ ദിവസം മുഴുവൻ പൂർത്തിയായി. നല്ല നിലക്ക് അതൊക്കെ സമ്പൂർണ്ണമായി പൂർത്തിയായാൽ ആ ദിവസമാണ് അവനെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ലിസ്വായി ഫറഹത്താൻ എന്ന് പറഞ്ഞാൽ ഫറഹത്തുൻ ഇന്ദൽ ഫിത്തിരി എന്ന് പറഞ്ഞാൽ ആ ഫിത്തറിൽ ഏറ്റവും മർമ്മമാണ് ഇതെല്ലാം തമാമായിക്കൊണ്ടുള്ള ലാസ്റ്റത്തെ ഫിത്തർ. അന്ന് അതാണ് ഈദുൽ ഫിത്തറും. ഈദുൽ ഫിത്തർ അവിടെ ചെറിയൊരു പെരുന്നാൾ തന്നെ വരുന്നതിൻ്റെ ഒരു പൊരുൾ ഈ ഒരു മാസം അൽഹംദുലില്ലാ അള്ളാഹ് എനിക്ക് നൽകി. അതിൽ നോമ്പെടുക്കാനും തറാവീഹും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടാനും തൗഫീക്കും ആരോഗ്യമൊക്കെ നൽകിയല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഈ ചെറിയ പെരുന്നാൾ. അപ്പോൾ അന്നൊരു പ്രധാനപ്പെട്ട സ്വതക്ക അതെല്ലാവരും ഒന്ന് ചെയ്തിരിക്കണം, അതിനെ പ്രത്യേകം ഒന്ന് പരിഗണിക്കണം എന്നൊരു ഭാഗത്തിൽ കൂടി കടന്നു വരുന്നതാണ് ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടുള്ള കൊടുതിയാണ് ഈ നിർബന്ധമായിട്ടുള്ള സക്കാത്ത്, ഈ സ്വതക്ക ഫിത്ർ സക്കാത്ത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓല് പറഞ്ഞ ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സക്കാത്തൽ ഫിത്രി മിൻ റമളാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ ഹുർരിൻ ഔ അബ്ദിൻ ഔ റജുലിൻ ഔ ഇംറഅത്തിൻ സഗീരിൻ ഔ കബീരിൻ, എല്ലാവർക്കും വ്യാപകമായി റസൂൽ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന മോനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സ്വഹാബി റളിയല്ലാഹു അൻഹു അവർ പറയാണ് അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും, ഹുർ സ്വതന്ത്രനോ അടിമേ ആണോ പെണ്ണോ ചെറുതോ വലുതോ എല്ലാവർക്കും പെട്ടു. ബാക്കിയുള്ള വിഭാഗത്ത് പോലല്ല, അല്ലല്ല, ഇതെല്ലാവരും ഉൾപ്പെട്ടു. ചെറിയൊരു കുട്ടി ഇന്ന് ആ സമയത്ത് പെറ്റു. ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകണത് ഫത്തുഹുൽ മീനിലൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളെ ബി ഉറൂബി ഷംസി ലൈലത്തി ഫിത്തിരി മിൻ റമദാൻ, അതായത് റമദാൻ മാസം അവസാനിക്കുക, ഷവ്വാൽ മാസപ്പിറവി കാണുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയായി, അല്ലെങ്കിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടു. ആ മാസപ്പിറവി കണ്ടു, ആ സമയമാണ് ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ബി ഇദ്റാക്കി ആഖിരി ജുസ്ഇൻ മിൻഹു വ അവ്വലി ജുസ്ഇൻ മിൻ ഷവ്വാൽ, റമദാൻ്റെ അവസാനവും ഷവ്വാലിൻ്റെ ആദ്യവും ഇത് രണ്ടും കൂടി ഇത് രണ്ടും കൂടി കൂടുന്ന സമയമാണ് ഫിത്ർ സക്കാത്തിൻ്റെ സമയം. എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ആണ്, ആ സമയത്തുള്ള പെണ്ണ്, ഇവർക്കാണ് ഇത് നിർബന്ധമാകുക. പറയപ്പെട്ട നിബന്ധനയോടുകൂടി ഈ പറയപ്പെട്ട സമയത്ത് ഒരാൾ ഉണ്ടോ ഓൽക്ക് നിർബന്ധമാണ്. അപ്പോൾ ആ സമയം കഴിഞ്ഞ് നമ്മളിപ്പം ഷവ്വാൽ മാസപ്പിറവി കണ്ടു, പെരുന്നാൾ തെക്കിബീർ കഴിഞ്ഞ് ഈശാൻ്റെ ആശാണ് കുട്ടി പ്രസവിച്ച്, ആ കുട്ടിക്കില്ല. കാരണം ഈ കുട്ടി ഈ ടൈമിൽ വുജൂബിൻ്റെ ഈ ടൈമിൽ ആ കുട്ടി ഇല്ലല്ലോ. ആ സമയത്ത് നോമ്പ് നോറ്റ് ഷവ്വാൽ മാസപ്പിറവി കണ്ടു, കുറഞ്ഞ സമയം കഴിഞ്ഞ് വല്യാപ്പ മരിച്ചു. എന്നാൽ ഈ മരണപ്പെട്ട വല്യപ്പാക്ക് ഉണ്ട്, കാരണം ആ സമയത്തുണ്ട്. ഷവ്വാലായി പറഞ്ഞ സമയത്ത് കുറച്ച് കഴിഞ്ഞ് നാട്ടിലൊക്കെ തെക്ബീർ തുടങ്ങിയപ്പോൾ പിന്നെ വാപ്പ മരിച്ചിരിക്കണു വല്യപ്പ, അല്ലെങ്കിൽ ആരവട്ടെ മൂപ്പര മേലിൽ നിർബന്ധമുണ്ട്. ആ മരണപ്പെട്ട മയ്യത്തിൻ്റെ മേൽ ഇത് ബാധ്യത ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ആ ഒരു ടൈം അങ്ങനെയാണ്. അപ്പോൾ ഈ ഫിത്ർ സക്കാത്തിൻ്റെ വുജൂബിൻ്റെ സമയമാണിത്. ഇത് നമ്മൾ ഈ പറഞ്ഞ മാതിരി റമദാൻ്റെ അസ്തമയം, റമദാൻ അവസാനിക്കുക, ഷവ്വാലിൻ്റെ പ്രവേശനം, ആ സമയമായാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമായ സമയമായി. ഹദീസിൽ കാണാം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സക്കാത്തിൽ ഫിത്രി
അൻ തുഅദ്ദ ഖബല ഖുറൂജിൻ നാസി ഇല സ്വലാത്തി. പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്താക്കുക, ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം എന്ന് റസൂലുള്ള നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ നിലക്ക് ഇതിൻ്റെ അവിടെ ഇമാമിങ്ങൾ പറയും ഈ സമയം മുതൽ നിർബന്ധമായി വക്തുൽ വുജൂബ് ഈ പിന്നെ റമദാൻ്റെ സൂര്യൻ അസ്തമിച്ച് ഷവ്വാൽ കിടക്കുന്ന ആ സമയം അവിടെ വുജൂബിൻ്റെ സമയമായി. ഇനി അത് കൊടുത്തു വീട്ടാനുള്ള അതിൻ്റെ ഫളീലത്തിൻ്റെ വക്ത് അത് നേരത്തെ ഇപ്പം അബ്ദുല്ലാ ഇബ്നു ഉമർ എന്നൊരു പറഞ്ഞ ഹദീസിൽ നിന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നേ പെരുന്നാൾ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിൻ്റെ മുന്നേ ഈ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളതാണ് ഫളീലത്ത്. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു ഒരാൾ നിസ്കരിച്ചിട്ടാണ് കൊടുക്കണമെന്ന് നിൽക്കുക, എന്നാൽ കറാഹത്തായി. ഞാൻ പെരുന്നാളിൻ്റെ ദിവസം തന്നെ പെരുന്നാളിൻ്റെ ആ ദിവസം തന്നെ പിന്തി അന്നത്തെ സൂര്യാസ്തമിച്ചു പിറ്റേന്ന് ഷവ്വാൽ 2-നാണ് കൊടുക്കണത്, എന്നത് ഹറാമായി. പിന്നെ കൊടുക്കാൻ പാടില്ല. കൊടുക്കൽ നിർബന്ധമാണ് ഓൻ്റെ, പക്ഷെ അങ്ങനെ പിന്തിക്കൽ ഹറാമായി, ബാധ്യത ഒഴിവാകൂല. അപ്പോൾ ഇതിൻ്റെ ഫളീലത്തിൻ്റെ വക്ത് പിന്നെ കറാഹത്തിൻ്റെ വക്ത് അവിടെ തന്നെ ഒരു വേറെ വിഷയം ഉണ്ട് കേട്ടോ. ഈ പിന്തിക്കുന്നതിന് പ്രധാന കാരണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഇത് രാത്രി നമ്മൾ മാരിബിൻ്റെ മുതൽ തുടങ്ങിയതിൻ്റെ സമയം കുട്ടികളെ നമ്മൾ ഏൽപ്പിക്കുമല്ലോ, കുട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു അന്തം ബോധമുള്ള മക്കളൊക്കെ ഇതിനെ ഏൽപ്പിക്കേണ്ടി. അല്ലാതെ ചില തള്ളാരും വ്യാപാരമൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് എന്തുകൊണ്ട് കൊടുത്തേക്കും, ഇതെന്താ അരിയാന്നും കൂടി മര്യാദക്ക് അറിയില്ലേ. ചെറിയ മക്കൾ ഇത് എന്തിനാണ് കൂടി ഒരു ലെവലൊന്നും ഉണ്ടാവില്ല. അതോടെയും കൊണ്ടുപോയാണ്ട് ചിലപ്പോൾ ഓല് ചിലപ്പോൾ ഒരു പിടി വാരി അവിടെയും പിടി കെട്ടും പോയി എന്ന് വരും. ഇതൊരു ഇബാദത്താണല്ലോ. അപ്പോൾ അത് ചെയ്ത് വീട്ടുമ്പോൾ അതിൻ്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നു എന്ന ശരിയായ ബോധ്യം നമുക്കുണ്ടാകണം. പരമാവധി ഇതുപോലെ അതിനൊക്കെ ഒരു ശ്രദ്ധയുള്ള ആളുകൾ തന്നെ കാര്യങ്ങൾ ചെയ്തു കൂട്ടണം. മറ്റുള്ളവരെ വക്കാലത്താക്കി ഏൽപ്പിക്കാം. നിയ്യത്ത് വേണം സക്കാത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു അവകാശിക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ സക്കാത്താണ്, ഇതിൻ്റെ ചുമതലപ്പെട്ട ആളുകളുടെ സക്കാത്താണ്, എൻ്റെ കുട്ടീൻ്റെ സക്കാത്താണ്. കുട്ടികളതൊക്കെ വാപ്പ കൊടുക്കുക എന്നുള്ളതില്ല. അതായത് ഇപ്പം ഒരു അന്തം പിന്നെ അത്യാവശ്യം തണ്ടും തടിയുള്ള മകനാ, ജോലിയൊക്കെ എടുത്ത് ജീവിച്ചാനൊക്കെ സൗകര്യപ്പെടാൻ ഇങ്ങനത്തെ ഒരു ലെവലിലെത്തിയാൽ പിന്നെ ആ മകൻ്റെ ചുമതല ഉത്തരവാദിത്വം വാപ്പാരത്തില്ല. ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പം കൊടുക്കണ സമയത്ത് നെയ്യത്ത് കരുതുക, അല്ലെങ്കിൽ നമ്മളിതിന് വേണ്ടി ഈ അരിയോ മറ്റൊക്കെ അളന്ന് വെക്കുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അളന്ന് വെക്കുന്ന സമയത്ത് നെയ്യത്ത് വെക്കാം. ഇത് ഫിത്ർ സക്കാത്തിൻ്റെ നമ്മളെ ഇന്ത്യൻ്റെ മക്കളെ ബന്ധപ്പെട്ടതൊക്കെ ആണെന്നുള്ള വെക്കുക. പിന്നെ അതിന് കോരി കൊടുത്താൽ മതി. പിന്നെ ഓരോ സമയത്ത് കരുതണമെന്നില്ല, ഇല്ലേ സെപ്പറേറ്റ് കൊടുക്കണ സമയത്ത് കരുതുക. അങ്ങനെ നമ്മൾ ഇപ്പം മാരിബക്ക് തുടങ്ങുന്നത്, അപ്പോൾ സമയം കടന്നു, വുജൂബിൻ്റെ സമയമായി. പിന്നെ ഇനി ഫളീലത്തിൻ്റെ ടൈമാണ് പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് വരെ. പള്ളിയിൽ നടക്കാന്നല്ല, ഈ കൊടുക്കണ ഇതുമായി ബന്ധപ്പെട്ടാണ് നിസ്കാരം. അതുവരെ അതിൻ്റെ നിസ്കാരത്തിൻ്റെ മുന്നത് കൊടുക്കുക എന്ന് പറയുമ്പം അഫ്ളലായി. അതാണ് അതിൻ്റെ ഒരു സമ്പൂർണ്ണത. പിന്തിക്കരുത്. പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് പിന്തിക്കൽ കറാഹത്തായി. പക്ഷേ നമ്മൾ ഈ ഫിത്ർ സക്കാത്തും മറ്റും കൊടുക്കുമ്പോൾ വളരെ അത്യാവശ്യപ്പെട്ട ഫക്കീറന്മാരെ കൂട്ടത്തിൽ തന്നെ ഒരു അഫ്കറായ ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫക്കീറായ ഒരാളുമാണ്, പക്ഷെ നമ്മളെ പിന്നെ ബന്ധത്തിലുള്ള ആളുമാണ്, കുടുംബത്തിൽപ്പെട്ട ഒരാളുമാണ്. നമ്മൾ ചിലവ് കൊടുക്കാൻ നിർബന്ധമായ ആളല്ല, അല്ലാതെ ഒരു ഇപ്പോൾ പെങ്ങളാണ്, നമ്മളെ കല്യാണം കഴിച്ച നമ്മളെ പിന്നെ പെങ്ങളാണ്, ഓൾ കുറച്ച് ദൂരെ താമസിക്കുന്നത്. ഓള് വരും പെരുന്നാൾക്ക്, ഉച്ചക്കോള് വീട്ടിൽ എത്തും. അപ്പോൾ ഓക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാം, പിന്തി വെക്കാം. അപ്പോൾ ഈ തഹീർ നിസ്കാരത്തിന് ശേഷമാണ് തഹീർ, എന്നാൽ കറാഹത്തില്ല. ഫത്തുൽ മീനൊക്കെ പറഞ്ഞനുസരിച്ച് അത് സുന്നത്താണെന്നാ. യുസന്നു തഹീറുഹാ ലിൻതിലാരി നഹ്വി ഖരീബിൻ. കണ്ടോ, അങ്ങനെ നമ്മളെ ബന്ധുക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് തഹീർ ചെയ്യുക എന്താണ്, സുന്നത്താണ്. അപ്പോൾ ഇതിൻ്റെ വക്തുകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം വുജൂബിൻ്റെ ടൈം ഈ പറഞ്ഞതുപോലെ നമ്മൾ ശവ്വാൽ മാസപ്പിറവിക്കണം, റമദാൻ അവസാനിക്കണം. റമദാൻ്റെ അവസാനത്തോടു കൂടി ഫിത്ർ സക്കാത്തിൻ്റെ സമയമായി. ആ സമയത്തുള്ള ആളുകൾക്ക് ഇത് നിർബന്ധമായി. ആ സമയം കഴിഞ്ഞിട്ടുണ്ടായതിന് ബാധ്യതപ്പെടില്ല. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഫിത്ർ സക്കാത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ നമ്മളെ നാട്ടിലെ കാര്യമാണ് ഇപ്പോൾ കൊടുക്കണത്, എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ഭാഗം കാണാം, സക്കാത്തുൽ ഫിത്ർ റസൂൽ നിർബന്ധമാക്കി. അങ്ങനെ പറയേണ്ടത് സ്വാഅമ്മിൻ തംരിൻ ഔ സ്വാഅമ്മിൻ ഷായിരിൻ എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ അന്ന് ഈത്തപ്പഴം അതിൽ നിന്നൊക്കെ പിന്നെ ഒരു സ്വാങ് കൊടുക്കാൻ റസൂല കൽപ്പിച്ചു. ഈത്തപ്പഴം അന്ന് പറഞ്ഞാൽ അന്ന് നിലവിൽ അവരുടെ ഇടയിൽ ഭക്ഷണമായിട്ട് കൂടുതലൊക്കെ മികച്ച പലതുണ്ട്. അത് 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിന് ഏതെങ്കിലും ഒന്ന് ഒരു സ്വാങ് കൊടുക്കുക എന്ന്. ഒരു സ്വാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പഴയ കണക്കനുസരിച്ച് 2.5 അടങ്ങായി നമ്മളന്മാർ അരി അളക്കണ
പഴയ കാലത്ത് ഉപയോഗിക്കുന്നത് നാഴി, ആ നമ്മൾ നാഴി എന്ന് പറയും. നാഴി ഒരു 4 നാഴി കൂടിയാൽ ഒരു എടങ്ങാഴിയായി. ആ അപ്പോൾ അതാണ് ഈ 4 മുദ്ദ് കൂടും. 4 മുദ്ദ് ഈ മുദ്ദല്ല ഈ നാഴി കേട്ടോ. ആ 4 മുദ്ദ് കൂടിയ ഒരു സ്വാ ആയി. ആ 4 മുദ്ദ് കൂടിയാൽ ഒരു സ്വായ ആ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ 2.5 എടങ്ങഴി. 2.5 എടങ്ങഴി. ആ അത് ഒരു എടങ്ങഴി ഒരു സാധാരണ ഒരു എടങ്ങഴി മിക്കവാറൊക്കെ 1 കിലോനാണ്. ആ ചെറുതങ്ങോട്ട് കിട്ടിയൊക്കെ വ്യത്യാസം വരും. ഒരു എടങ്ങഴി 1 കിലോ. അപ്പോൾ 2.5 എടങ്ങഴി പറഞ്ഞാൽ 2.5 കിലോ. 2.5 കിലോ. ഇങ്ങനെ നമ്മൾ പഴയ കാലത്തൊക്കെ 2.5 കിലോ. അപ്പോൾ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 2.5 കിലോന്ന് ഒരു ഏകദേശം അങ്ങനെ പറയും. ഈ കിലോ കണക്കാകുമ്പോൾ ഇത് അങ്ങോട്ടോട്ട് മാറും കുറച്ച്. പിന്നെ 3 കിലോനൊക്കെ ആയാൽ പൂർണ്ണമായി എന്ന് എല്ലാവരും പറയും. അങ്ങനെ പിന്നെ അത് ഇന്ന് 5 കിലോനായി ഒന്നും കൂടി പൂർണ്ണമാകുമല്ലോ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കിലോ കണക്കിൽ അതുകൊണ്ടാണ് ഈ പാത്രം കിട്ടിയാൽ വളരെ വ്യക്തമായി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പാത്രം ഇറങ്ങിയാണ്, മുദ്ദിൻ്റെ പാത്രം. അതിപ്പോൾ പുതിയതായി ഒരാളെ ഇറക്കി നല്ലതല്ല. ഇത് പഴയ കാലത്ത് പലയിടത്തും ഉണ്ട് ഇത്. ഇപ്പം നമ്മൾ അഹമ്മദ് കോയ ഷാലിയാത്തി അവരെ കുത്തുബ്ഖാനയിൽ ഈ മുദ്ദിൻ്റെ പാത്രം ഉണ്ട്. ഇങ്ങനെ പൂർവ്വകാലത്തെ പല പണ്ഡിതന്മാരുടെ വീട്ടിലും അവരൊക്കെ മുദ്ദിൻ്റെ പാത്രം. ഈ മുദ്ദിൻ്റെ പാത്രം വന്നപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് സ്വഹാബാക്കളും അവരൊക്കെ ഉപയോഗിച്ചിരുന്ന മുദ്ദിൻ്റെ പാത്രം അത് കണ്ട് അതുപോലെ നിർമ്മിച്ച് അതിനൊരു സനത് ഉണ്ടാവും. ഇപ്പം നമ്മൾ മുമ്പ് ഷാറൂഖ് ബാറക്കിൻ്റെ ഒരു സനത് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ റസൂലുമായി ബന്ധപ്പെട്ട ഹദീസിന് സനത് വേണം, ആസാറിന് സനത് വേണം, അളവ് പാത്രങ്ങൾക്കും സനത് വേണം. എന്നമാതിരി മുദ്ദുൻ നബവി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഒരു പിന്നെ കോട്ടക്കലുള്ള സൈനുദ്ദീൻ മുസ്ലിയാർ, സൈനുദ്ദീൻ ബാക്കവിയാണ് ഇപ്പം അങ്ങനത്തെ പല ഭാഗത്തുനിന്നും ഈ മുദ്ദിൻ്റെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ സനതും മറ്റൊക്കെ പഠിച്ച് വിഷയങ്ങളൊക്കെ കോർവ ചെയ്ത് ആ അളവിൽ മൂപ്പര് കണിശമായി വിഷയം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. കിട്ടിയ സന്തോഷമായി. കാരണം റസൂലുള്ള പറഞ്ഞൊരു ഇബാദത്ത് ആ അളവ് തന്നെ ചെയ്യാമല്ലോ, വലിയ പൈസയൊന്നുമില്ല. തേനു മുസ്ലിയാർ പാപ്പല്ലേ, തേനൂലുകാരി പാപ്പാൻ്റെ പേരക്കുട്ടിയാണ് ഈ സൈനുദ്ദീൻ ബാക്കവി എന്ന് പറഞ്ഞത്. മൂപ്പരാണ് ഇപ്പോൾ ആ മുദ്ദിൻ്റെ പാത്രം ഇവിടെ ഏതായാലും വലിയൊരു നാഫിയായ സംഭവമാണ്. അപ്പോൾ ഒരു സ്വായം കൊടുക്കുകയെന്ന്. അപ്പോൾ അന്ന് നാട്ടിൽ പിന്നെ ഭൂരിഭാഗം അല്ല നാട്ടിൽ ഓലിബായി കൂടുതലായിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അരിയാണ്. ആ നെല്ല് അരി, നെല്ല് പറഞ്ഞാൽ നെല്ലിപ്പം ഇടിച്ച് ഇതാക്കിയിട്ടല്ലേ കൊടുക്കുക. അപ്പം അരി, ഗോതമ്പ് ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ ഓലിബ് കൂത്തിൻ്റെ അവിടേക്കൊക്കെ വന്നൊരു കോലം തന്നെയാണ്. ആ അത് പറ്റും. അപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ എവിടെയാണോ കൊടുക്കുന്നത് ആ നാട്ടിലെ മുഖ്യ ആഹാരം ഓൻ്റെ മുഖ്യ ആഹാരമല്ല. ആ നാട്ടിൽ എവിടെ നാട്ടിലാണത് കൊടുക്കുന്നത് അവിടുത്തെ മുഖ്യ ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗൾഫിലായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ഇവിടെ ആയാലും വേണ്ടില്ല. അപ്പം നിങ്ങളെ മുഖ്യ ഭക്ഷണം പൂളയെന്ന് വെച്ചോളി. അരി ഇഷ്ടമല്ല, ഗോതമ്പും ഇഷ്ടമല്ല, തക്കാത്തിനൊക്കെ 2 കിലോ പൂള അങ്ങനെ പറ്റൂല. ആ നാട്ടിലാ കൊടുക്കണോൻ്റെ മുഖ്യ ഭക്ഷണമല്ല, കൊടുക്കപ്പെടുന്ന നാട്ടിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കർമ്മം ഇത് നടപ്പാക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടണമല്ലോ. അതാണ് ഈ ഓലിബ് കൂത്തിൽ ബലത്തൊക്കെ പരിഗണിക്കുന്നത്. ഓലിബ് കൂത്തിൽ ബലത് അതായത് നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണെന്ന് പരിഗണിച്ചാൽ ആ മുഖ്യത്തിൽ പെടാത്ത ആൾക്കാർ കുറവേക്കാരം, വളരെ ന്യൂനപക്ഷമായിരിക്കും. അപ്പോൾ പരമാവധി ഇതിൻ്റെ ഉപകാരം ഈ ഒരു ഇബാദത്ത് മുഖേന എല്ലാവർക്കും നടക്കുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ രൂപം അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഒക്കെ മുഖ്യ ആഹാരം ഇപ്പം അരിയാണ്. ഇപ്പം പിന്നെ ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പം നമ്മളെ കുട്ടിക്കാലത്തെ പോലെ ഒന്നല്ലല്ലോ. ഇപ്പോൾ ഗോതമ്പ് ചപ്പാത്തി തിന്നുന്ന ആൾക്കാർ നാട്ടിൽ സജീവമായിട്ട് വരികയാണ്. ഇപ്പോൾ അരി ഗോതമ്പ് എന്നുള്ളത് ഇങ്ങോട്ട് കൂടി അടുത്തോണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും പരിഗണിക്കപ്പെടും. അരിയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നത്. അരിയിൽ ഏതും പറ്റൂട്ടോ. ചില ആളുകൾക്ക് ധാരണ നെയ്ച്ചോറ്റിൻ്റെ അരിയൊന്നും കൊടുക്കാൻ പറ്റൂല എന്ന്. അതൊക്കെ എന്തായാലും കൊടുക്കാം. അരിയിൽ മുന്തിയതല്ലേ, കപ്സൻ്റെ അരിയോ ഇപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കപ്സൊക്കെ കൊടുത്താൽ നല്ലതാ. ഈ പെരുന്നാൾ പാവങ്ങൾക്ക് ഓൽക്കൊരു പെരുന്നാൾ കഴിക്കാനുള്ളത് അവിടെ നമ്മളെ ഈ 30 റുപ്യേൻ്റെ ഏതെങ്കിലും പഴയതും കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. പഴയത് പറഞ്ഞാൽ പഴയ ആ അരിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന രുചിയോ അതിൻ്റെ ഒരു ചൊയയും മണമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് കേടുപാട് പറ്റിയൊന്നും പറ്റൂല. നെല്ലൊക്കെ ചിലപ്പം ഏതോ കാലത്ത് പാടം ഇതാക്കി കളച്ചതായിരിക്കും, അതേതോ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ മില്ലിന്ന് കുത്തി കൊണ്ടുവന്നതിന് ചിലപ്പോൾ ആ അരിയത്തിനും പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. കൊടുക്കുമ്പോൾ ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി വന്നു. അപ്പോൾ ഏതൊരു സ്വതക്കൻ്റെ ഈത്തപ്പഴം കുറച്ചവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. തങ്ങളെ കയ്യിലൊരു വടി ഉണ്ടായി. തങ്ങളതുകൊണ്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ വളരെ മോശം പിടിച്ചു, ഉപകാരത്തിന് അത്ര പറ്റാത്തൊന്നാണ്. അപ്പോൾ അല്ലാഹു റസൂല് പറഞ്ഞ് ആരാണ് ഈ സ്വതക്ക ചെയ്തത്?
ഇത് കബൂലാകണമെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നല്ലത് ചെയ്യട്ടെ, അല്ലാത്തവന് നാളെ മാസ്റ്ററിൽ ഈറ്റാലേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല തന്നെ നോക്കി കൊടുക്കണം, അതിൻ്റെ വൃത്തിയിലൊക്കെ കൊടുക്കണം. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അരി പൊടിച്ചു കൊടുക്കാൻ പറ്റുമോ? അരിപ്പൊടി അത് പറ്റില്ല. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അത് അരി തന്നെയല്ലേ, അതിപ്പോൾ ഒന്ന് പൊടിച്ചു എന്നല്ലേ ഉള്ളൂ. ആണ്, പക്ഷേ അതുകൊണ്ട് പല മാറ്റവും സംഭവിച്ചല്ലോ. നമ്മളിപ്പോൾ ഒരാളുടെ ഒരു മരം ചോദിച്ചു ഒരാൾ, അപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ പില അതിൻ്റെ മുട്ടിൻ്റെ തൂക്കം നോക്കിയിട്ട് മില്ലിൽ പോയാണ്ട് കുറച്ച് മരപ്പൊടി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാവും. മരം തന്നെ അല്ലേ, അതെ, ഉപകാരത്തിൽ പല മാറ്റം വരും. അങ്ങനെ അത് അതിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ ഒരു കട്ട ഐസും കട്ടോണ്ടെന്ന് അങ്ങനെ ഉണ്ടാവും. അത് അതിൻ്റെ ആ ഇസ്തിമാലിൽ പല മാറ്റം വരുമല്ലോ. അപ്പോൾ ഈ അരിയാണ്ടാകുമ്പം അത് കൊടുക്കപ്പെടുന്ന ആൾക്ക് ഓനിഞ്ഞ് ഏത് രൂപത്തിൽ അത് ഉപയോഗിക്കാം. അതിന് മീതെ എമൗണ്ട് പറഞ്ഞേ ചെയ്യാന്നാ, അരിയല്ലേ പറഞ്ഞേ. അപ്പോൾ അരി കൊടുക്കുക. ഒരു ലോഡ് മെറ്റലാണെന്ന് പറയുമ്പോൾ എംസാൻ്റെ കൊണ്ടുവന്ന് ഇറക്കി അങ്ങനെ ഉണ്ടാവും. അതന്നെയല്ലേ അത് കറണ്ട് കാര്യമില്ല, അത് സ്വീകരിക്കൂലല്ലോ. അപ്പം അരിയാണ് പറഞ്ഞിട്ടുണ്ട്, പൊടി പറഞ്ഞിട്ടില്ല. അതാണ്. ഗൾഫ് നാട്ടിൽ ഈത്തപ്പഴം കൊടുക്കുന്നുണ്ടെന്നാണ് സാർ. ഇപ്പം നമ്മുടെ നാട്ടിൽ അതേപോലത്തെ നല്ല ചക്ക ആക്കെ ഇവിടെ മാറി. ചക്ക നമുക്ക് കൂത്ത് തന്നെയാണ്. ചക്ക പൂളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂത്ത് തന്നെയാണ്, ഭക്ഷണമാണ്. നമ്മൾ ഭക്ഷണം ഓല അറബികൾ ഇപ്പോൾ ഈത്തപ്പഴം ആക്കിയതുപോലെ തന്നെയാണ്. പക്ഷേ ഓലിബല്ല, ഓലിബാകണം. ചക്ക ഇപ്പം അങ്ങനെ ഇവിടെ ഓലിബൊന്നും അല്ലല്ലോ, അതൊന്നും പറ്റില്ല. പിന്നെ കൂടുതൽ ബലതായിട്ട് അരി ഉണ്ടെങ്കിലും ഇപ്പോൾ ഗോതമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗോതമ്പ് മൂപ്പരെ ഇഷ്ടത്തിനനുസരിച്ച് ഗോതമ്പ് കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പൈസ കൊടുത്തുവിടാം നമുക്ക്, അതാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഫി മദബിൽ അതിന് വകുപ്പില്ല, പൈസ കൊടുക്കാൻ പറ്റൂല എന്നുള്ള. ഫത്തുൽമീനിലൊക്കെ കാണാമല്ലോ, വല തുജ്സിയുൽ ഖീമത്തു, പൈസ കൊടുത്താൽ പറ്റൂല. പിന്നെ നമ്മളൊരു ഇത് വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അതേസമയം അതൊരു അഭിപ്രായ ഭിന്നതയുള്ള മസലയാണ്. ഹനഫി മദബിൽ അങ്ങനെ അഭിപ്രായമുണ്ട്, പൈസ കൊടുത്താൽ പറ്റും. അത് ഹസനുൽ ബസരി റളിയല്ലാഹു തആല താബീങ്ങളിൽപ്പെട്ട അവരോട് ഫത്വ ചോദിച്ചു ചില ആളുകൾ. എന്തോ ഇങ്ങനെ നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ ഇതൊന്നും കൊടുക്കാൻ വകുപ്പൊന്നുമില്ല, അതിൻ്റെ കീമത്ത് കൊടുത്തോട്ടെ എന്ന്, പണം ദിർഹം കൊടുത്തോട്ടെ എന്ന്. അതിന് വല ബേസ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഭാരത്തും. അപ്പോൾ പലരും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ഇങ്ങനത്തെ ഒരു സമയത്ത് കൊടുക്കുക. അതുകൊണ്ട് ഹനഫി മദബിൽ അങ്ങനെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓക്കെ ഉസ്താദൊക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒതുക്കുങ്ങൾ അവരോടൊക്കെ മുമ്പ് ഈ വിഷയത്തിൽ ഒരു ഫത്വ ചോദിച്ചിനി. അപ്പോൾ അതിന് അവർ കൊടുത്ത മറുപടി ഉണ്ട്, ഹനഫി മദബ് അനുസരിച്ചിട്ട് അങ്ങനെ വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ മദഹബിൻ്റെ ഇമാമിങ്ങളും അഭിപ്രായം മാനിച്ച് നമ്മൾ ചെയ്യുമല്ലോ, ആകെ സൗകര്യപ്പെടും ചെയ്യും. ചിലപ്പോൾ ഇപ്പം ഫ്ലൈറ്റിലേക്കാരം ഒരാൾ വരുന്നത്, അല്ലെങ്കിൽ എയർപോർട്ടിലോടെങ്കിലും കേൾക്കാരം, ഓന സമയത്തൊക്കെ എയർപോർട്ടിലേക്കാരം, അവിടുന്ന് ഇപ്പോൾ ഇതൊന്നും നടത്താൻ സൗകര്യം ഉണ്ടാവില്ല. ഓനിപ്പോൾ ഗൂഗിൾ പേ നോക്കിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ആൾക്ക് വിട്ടുകൊടുക്കാനോ മഹലിൽ തന്നെ കൊടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഹനഫി മദബിലൊക്കെ അതിന് വകുപ്പുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഹനഫി മദബ് മാലിക്കൊക്കെ മാറാന്നുള്ളത് ഷാഫി മദബുമാണ്. അപ്പോൾ ഷാഫി മദബിൽ അതിന് പഴുതാവും ആമനുസരിച്ച്. എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതല്ല, കൊടുക്കൽ നിർബന്ധമാണത്. നമ്മൾ പറഞ്ഞ ആ പെരുന്നാളിൻ്റെ രാവും പകലും, പെരുന്നാളിൻ്റെ ആ ഒറ്റ ദിവസം യൗമും വലയില, അന്ന് തനിക്കും താൻ പിന്നെ ചെലവ് കൊടുക്കൽ ബാധ്യതപ്പെട്ട ആളുകൾക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട, അത് അന്നത്തെ ദിവസത്തിൻ്റെ പാർപ്പിടം, അന്നത്തെ പിന്നെ വസ്ത്രം, അന്നത്തെ ഭക്ഷണം, അത് തനിക്കും തൻ്റെ ആശ്രിതർക്കും അതിന് വേണ്ട വിഷയങ്ങൾ കഴിച്ച് വല്ല തുച്ഛം ബാക്കി ഉത്തരവാദിത്വത്തിലുള്ള ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ. ഇനി കട ഉണ്ടെന്ന് വെക്കുക, എന്നാൽ കടക്കാരനാണെങ്കിൽ കടം വീട്ടാൻ വേറെ എന്തൊക്കെ മാർഗം ഉണ്ടെങ്കിലല്ല, അതിന് മാർഗവുമില്ല, ഓൽക്കൊന്നും ഫിത്ർ സക്കാത്ത് നിർബന്ധമാവില്ല. തൻ്റെ ആശ്രിതർക്ക് എന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ ഭാര്യ കുട്ടികൾ അവർക്കൊക്കെ നമ്മൾ ചിലവ് കൊടുക്കണമല്ലോ. അത് മാത്രം പോരാ, തൊയ്ത്തിൽ 4 പശുക്കളുണ്ട്, പുറത്ത് 2 ആടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രാക്കളുണ്ട്. ഓർക്കൊക്കെ ഇപ്പോൾ പെരുന്നാളിൻ്റെ ഐറ്റങ്ങൾക്ക് ലീവ് ഉണ്ടാവില്ലല്ലോ, ഓർക്ക് തിന്നാൻ കൊടുക്കണം. അപ്പോൾ 4 പശു 2 ആടും കുറച്ച് പ്രാക്കളും ഉണ്ടെങ്കിൽ അതിന് തീറ്റ വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ വേണ്ടി വരും. ഇതൊക്കെ ഇതിൽ പെട്ട ഈ ആശ്രിതർ, അയാളെ പിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യയും കുട്ടികളും മാത്രമല്ല, ഇത്തരം വസ്തുക്കളൊക്കെ പരിഗണിച്ച് അതെല്ലാം കഴിച്ച് അതിനൊക്കെ അത്യാവശ്യമായി വരുന്നത് കഴിച്ച് തുച്ഛം വരുന്ന ഒരാളെ മേലേ ഇത് ബാധ്യതയാകണുള്ളൂ. അപ്പോൾ കടക്കാരനത് ബാധ്യതയില്ല, കടം വീട്ടാനോ വകുപ്പൊന്നുമില്ല, കടങ്ങൾ ഉണ്ടാണോ ഓനത് ബാധ്യത വരില്ല. അപ്പോൾ അതാണ് ഫിത്ർ സക്കാത്തിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. എന്തായാലും വളരെ മഹത്വത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അള്ളാഹു റസൂൽ പ്രത്യേകം പഠിപ്പിച്ച വിഷയമാണ്. ചില ആളുകൾ ചോദിച്ചു, ഇത് ഒരു ചാരി അവിടുന്ന് വാങ്ങി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത്, അങ്ങനെയൊന്നും
അതിനെ ഒരു നിസ്സാരപ്പെടുത്താൻ പറ്റൂല. പിന്നെ അതിൽ ശ്രദ്ധ വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ വേണം. നമ്മളെ വല്യപ്പാരും വല്യമാരൊക്കെ അതിന് പ്രത്യേക അരി കൊണ്ടുവന്ന് അതൊക്കെ നല്ലൊരു ഹുർമത്തോടു കൂടി ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ചിട്ടയിലായിരിക്കും അവരൊക്കെ ചെയ്തു കൂട്ടുക. അപ്പോൾ ഈ റമദാൻ നമുക്ക് പൂർത്തിയായതിൻ്റെ ഒരു സന്തോഷവും അതിലുള്ള വീഴ്ച പിന്നെ മാപ്പാക്കി കിട്ടാനൊക്കെ ഉള്ള ഒരു വലിയ മാർഗ്ഗമായി അള്ളാഹു റസൂല് തന്നെ പഠിപ്പിച്ചു തന്ന നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമലാണ്. അപ്പോൾ ആ രൂപത്തിനെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. ഇനി അതിൻ്റെ അളവും കാര്യമാണെങ്കിൽ നമുക്ക് മുദ്ദൊക്കെ എടുത്തിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് കാണിക്കുകയും ചെയ്യാം.